ലൈഫ് ഈസ് ഫുൾ ഓഫ് ടെമ്പററി പീപ്പിൾ അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചൊരു യാത്രയാണെന്ന്. സോ ഗൈസ്, വെൽക്കം ടു മൈ ഫസ്റ്റ് ട്രാവൽ എപ്പിസോഡ് ഓഫ് കോഴിക്കോട് വയനാട് സീരീസ്. നൈറ്റ് ഷിഫ്റ്റും കഴിഞ്ഞ് റഫ്ലി ഒരു ഹാഫ് ആൻ അവർ കിട്ടിയിട്ടുണ്ടാവും. അതിനിടയ്ക്ക് പാക്ക് ചെയ്ത ബാഗും എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോകാമെന്നുള്ളതായിരുന്നു പ്ലാൻ. അവിടെ ചെന്ന് വന്ദേ ഭാരത് കയറി നേരെ കോഴിക്കോട്. പക്ഷെ പ്രതീക്ഷ പോലൊന്നും നടന്നില്ല. ഊബർ ചേട്ടൻ ചതിച്ചത് കാരണം 2 മിനിറ്റ്സിലെത്തേണ്ട ഊബർ എനിക്ക് 15 മിനിറ്റ്സ് ലേറ്റായിട്ടാണ് ഇവിടെ എത്തുന്നത്. പണ്ട് തൊട്ടേ എന്ത് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്ത ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ അമ്മയടുത്ത് യാത്രയും പറഞ്ഞിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. ഒരു 2 മിനിറ്റ്സിൻ്റെ വ്യത്യാസം. എൻ്റെ ട്രെയിൻ പോയി ഗൈസ്. അത് വന്ദേ ഭാരത് ആയതുകൊണ്ട് തന്നെ ഡോറ് ലോക്കായി പോയി. ഞാനവിടെ എത്തിയെങ്കിലും എനിക്കതിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ടിൽ കൂടെ ട്രെയിൻ പോകുന്നത് നോക്കി നിൽക്കേണ്ട ഒരവസ്ഥയായിരുന്നു. കുറേ സമയം ഈ ബാഗുമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്നും നടപടിയാവില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു. വീണ്ടും ഋഷി എനിക്ക് ട്രെയിൻ ബുക്ക് ചെയ്ത് തന്നു. അവിടുന്ന് ചേച്ചിയാണ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തത്. വീണ്ടും ഇനി ഊബർ എടുത്ത് ലേറ്റ് ആവേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എത്തിയപ്പോഴും എൻ്റെ ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ ഒരു ഹാഫ് ആൻ അവർ മുന്നേ തന്നെ ഞാൻ എത്തി. ട്രെയിനെ കുറിച്ച് അങ്ങനെ എനിക്ക് യാതൊരു ധാരണയില്ല. ട്രെയിൻ ബുക്ക് ചെയ്യാൻ അറിയത്തില്ല. ഇനി ബുക്ക് ചെയ്താൽ തന്നെ പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ച് ട്രെയിൻ നോക്കി കയറാൻ അറിയത്തില്ല. ഇതിനൊക്കെ കാരണം ഞാൻ എപ്പോഴേലൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ആരെയിലൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ ട്രെയിനിൽ അങ്ങനെ ട്രാവൽ ചെയ്യുന്നതും വളരെ കുറവാണ്. ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു ഡേ ആണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചൊരു ദിവസം കൂടിയാണിത്. അങ്ങനെ ഫൈനലി ഞാൻ കോഴിക്കോടെത്തി. അവരെല്ലാവരെയും കണ്ടുമുട്ടി. ഇനി നമ്മൾ നേരെ സ്റ്റേയിലോട്ട് പോവാണ്. ഫസ്റ്റ് ഡേ ഈ ടോക്കിയോ ഡോംസിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലേഡീസിന് AC ക്യാപ്സ്യൂൾ റൂം മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ വരുന്നവരാണെങ്കിൽ ജസ്റ്റ് ഉറങ്ങാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഈ ഒരു സ്പേസ് അവൈലബിൾ ആണ്. അപ്പം ഇനി ഡേ 1 അറ്റ് കോഴിക്കോട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അൺടിൽ ദെൻ ബൈ ബൈ.